ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനാണ് ദീപ ശർമ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടിപൊളി ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപ ശർമ്മ എന്നാണ്. ഞാൻ മലയാളിയാണ്. പക്ഷേ ഞാൻ എൻ്റെ കല്യാണം കഴിച്ച് ഞാൻ നോർത്ത് ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ പേര് ദീപ ശർമ്മ എന്നുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ പുതിയ ചാനൽ ഇന്ന് തുടങ്ങുകയാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ലൈക്ക് വേണം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ഇന്നാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ സ്കൂളിൽ വിട്ടതേ ഉള്ളൂ. പ്രീ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് തൊട്ടാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാം, നിങ്ങളെ ജസ്റ്റ് ഷെയർ ചെയ്യാം ഞാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് റവയുടെ ഉപ്മാവ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് വരും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് മെസ്സി ആയിട്ട് തോന്നും നിങ്ങൾക്ക്, എന്തെന്ന് വെച്ചപ്പോൾ രാവിലത്തെ സമയമല്ലേ, അപ്പം അതുകൊണ്ടാണ്. ആദ്യം ഞാനിപ്പോൾ എന്തെന്ന് വെച്ചാൽ സമയം കുറച്ച് സേവ് ആക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതാദ്യം ഉപ്മാവുള്ളത് റവയില്ല, അത് ഞാനാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ചിങ്ങനെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, മൂപ്പിച്ചാൽ മാത്രം മതി. അതിനകത്ത് ഞാൻ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ഞാൻ എണ്ണ ചൂടാക്കുവാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കടുകിടാം. കടുക് ഇങ്ങനെ പൊട്ടി വരത്തില്ലേ, അത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഉഴുന്നിടാം, അല്ലെങ്കിൽ ചനാദാലില്ല, ചനാദാലിടാം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഇടാൻ അതിനാണ് ഇടാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുള്ളത് പച്ചമുളക്, ഷിംല മിർച്ച്, പിന്നെ ഉള്ളി. ഇതും കൂടെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം. കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ മീറ്റ് തെറിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് ലേശം എണ്ണ ഒഴിച്ചാൽ മതി, കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട. ഓക്കെ, അതെല്ലാവരും ഇഷ്ടമാണ് അത്ര എണ്ണ ഒഴിക്കേണ്ടത്. കുറച്ച് മൂപ്പിച്ചെടുത്താൽ മതി. നമുക്ക് ഇതിനകത്ത് ക്യാരറ്റ് ഇടാം, നമ്മുടെ മട്ടർ ഉണ്ടെങ്കിൽ മട്ടർ ഇടാം, ഗ്രീൻ പീസ് ഇടാം. ഏത് വെജിറ്റബിൾസ് നമുക്ക് വേണമെന്ന് വെച്ചാൽ അതെല്ലാം ഇടാവുന്നതാണ്. എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഹാബിറ്റായില്ല, അങ്ങനെ കഴിച്ച് ഇഷ്ടമായി. ആ രുചി തന്നെ വേണം എനിക്ക്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. ഷിംല മിർച്ച് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇടാമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇല്ല. എൻ്റെ കയ്യിലും അങ്ങനെയാണ്, ഉണ്ടെങ്കിൽ ഇല്ല, എൻ്റെ ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ്. പക്ഷെ നമ്മൾ കൂടുതൽ വെജീസ് ഇട്ടാൽ അതല്ലേ നല്ലത്. നമ്മുടെ മക്കൾ കഴിച്ചാൽ അവർക്ക് നല്ലത്, നമുക്ക് നല്ലത്. ഇനിയും ഇതിനകത്ത് ഞാനിടും കുറച്ച് ലേശം ഉപ്പ്. ഓക്കെ, ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതായിട്ട്. ഇത് കരിയാതെ സൂക്ഷിക്കണം കേട്ടോ, ഇത് കരിയാതെ സൂക്ഷിക്കണം. കരിഞ്ഞ പിന്നെ ടേസ്റ്റ് വരത്തില്ല, അതൊന്നാണ്. നല്ല ശ്രദ്ധ നമ്മളിതൊന്ന് ചെയ്തെടുക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിം വേണ്ട, കുറച്ച് നോർമൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് വേണമെങ്കിൽ എന്ത് മസാല നമ്മളുടെ ഇഷ്ടം വെച്ച് ഇടാവുന്നതാണ്, അവനോൻ്റെ ഇഷ്ടം അനുസരിച്ച്. പക്ഷെ എനിക്കാണെങ്കിൽ കുറച്ച് ഇതിനകത്ത് നമ്മുടെ ഇതില്ലേ ഹൽദി പൗഡർ എന്ന് പറയുന്നത് ഹിന്ദിയിൽ, അതായത് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ചിട്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം, വേണമെങ്കിൽ ഇടാം, അങ്ങനെ വേണ്ട. ബസ് ഇത് രണ്ടും ഇട്ടാൽ മതി, വേറെ ഒന്നും ഇടാം.
നല്ലതായിട്ടൊന്ന് പച്ച ചെവ മാറുന്ന വരെ ഒന്ന് ചേർത്തിട്ട് നല്ലതായിട്ട് നല്ലതായിട്ട് ഇളക്കണമായിട്ട് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ടാണ്. ഒത്തിരി അടിക്ക് പിടിക്കുന്നു തോന്നിയാൽ നമുക്ക് ഇന്ന് ഗ്യാസ് സ്ലോ ആക്കി കൊടുക്കാം. ഓക്കെ, എനിക്ക് കുക്കിംഗ് ആക്ച്വലി ഒത്തിരി ഇഷ്ടമാണ് ചെയ്യാൻ. നേരത്തെ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു ഓഫീസിൽ. പക്ഷേ ഇപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങളായിട്ടുണ്ട്. 2 മോനാണ് എനിക്ക്, 2 മകനാണ്. അപ്പോൾ അത് കാരണം ഞാൻ ജോലി വിട്ട് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടൊക്കെ അപ്പം നമുക്ക് 2 സമയം കിട്ടത്തില്ലല്ലോ. അപ്പം കുക്കിംഗ് ആണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. അത് തന്നെയാണ് ചെയ്യുന്നത്. സമയം പോവും, നമുക്ക് നല്ല ആഹാരവും കഴിക്കാം, വീട്ടിലെ ഭക്ഷണവും കഴിക്കാം അല്ലേ. ഇത് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, ഞാൻ ഇപ്പോൾ അടുത്തുനിന്ന് കാണിക്കാം. ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറി കിട്ടി. ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എൻ്റെ കൊച്ചു വാവയുണ്ട്. വാവയ്ക്ക് ഇപ്പം 3 മാസമായിട്ടുള്ളൂ. അവനിപ്പോൾ എണീറ്റ്, ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അപ്പം അതിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. ഓക്കെ, ऐसा बताओ. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കട്ടാക്കുകയാണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം എൻ്റെ കുഞ്ഞിനെ ഉറക്കിയിട്ട് വന്നിരിക്കുകയാണ്. കുഞ്ഞ് കരയായിരുന്നു, അത് കാരണം കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. കുഞ്ഞിപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ എവിടെ നിന്ന് വെച്ചാൽ ഞാൻ വെള്ളം ഒഴിച്ചിരുന്നു. പിന്നെ ഈ വെള്ളം നല്ലതായിട്ട് തിളയ്ക്കാൻ കൊടുക്കണം. ഓക്കെ, വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ആ സബ്ജിയും ഒരുവിധം എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോയിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന റവയില്ലേ, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന റവ, അത് നമുക്കിപ്പം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഈ തീ ഒന്ന് കുറച്ച് വെക്കാം. ഗ്യാസ് തീ ഒന്ന് ലോ ആക്കി വെക്കാം. അത് നല്ലതായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാൻ നോക്കാം. ഓക്കെ ഓക്കെ, ദേ ഇപ്പം ഇതിനകത്ത് നമുക്ക് വെള്ളം കുറഞ്ഞെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ ചൂടാക്കി വെച്ച് തിളച്ച വെള്ളമില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം അന്നേരം അത് ഇങ്ങനെ നല്ലതായിട്ട് കുഴഞ്ഞു കിട്ടും. ഓക്കെ, ഇങ്ങനെ കട്ട കട്ടയായിട്ടാവത്തില്ല. അപ്പം നമുക്കിതാണെങ്കിൽ ഒന്ന് ഇച്ചിരി ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ നമുക്ക് പല പല രീതികളുണ്ട്. പല പല രീതിയിൽ പലതും ഉണ്ടാക്കും. അപ്പം ഞങ്ങൾക്ക് ഈ രീതിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആർക്കെങ്കിലും ബാച്ചിലേഴ്സ് ആരെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കാൻ തോന്നുന്നു അറിയത്തില്ലെന്ന് വെച്ചാൽ ഇത് നോക്കാവുന്നതാണ്, ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കണം. എനിക്കിതൊന്നും ഒരുവിധം ഇപ്പം ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് പിടിച്ചു വരണം. എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ആവണം. ഓക്കെ, നല്ലതായിട്ടൊന്ന് മിക്സായിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ച് മെനക്കേടാണ്, സോറി കുറച്ച് വീണിട്ടുണ്ട്, ഞങ്ങൾ പഠിക്കാം. കുറച്ച് മെനക്കേടാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്തു പോകുന്നു. ഓക്കെ, കുറച്ച് സ്ലോ ആക്കാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം അടുക്കി പിടിക്കും. വെള്ളം കുറയുമ്പോഴും അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കുറച്ച് സ്ലോയിൽ നമ്മളിതൊന്ന് പിടിച്ച് തുണി വെച്ചൊന്ന് പിടിച്ചൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ സൂക്ഷിക്കണം, മേത്തോട്ട് വീഴാതെ തെറിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ മീറ്റ് പൊള്ളാൻ ചാൻസ് ഉണ്ട്. നല്ലതായിട്ട് സ്റ്റർ ചെയ്യണം. ആയി ഇത്രയുള്ള സംഭവം. ഇതേ ഉപ്മാവ് നല്ല ചൂട് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വരുമോ കഴിക്കാനായിട്ട്? ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവാണ്. ഓക്കെ,
പിന്നെ ഇതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം. കൊറിയൻഡർ ലീഫ്, മല്ലിയില ഗാർണിഷ് ചെയ്യാം. പിന്നെ ഉപ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് ഇപ്പം അവനോട് ഇഷ്ടമാണ് എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിനും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് വെള്ളത്തിന് ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ കുറച്ച് അഥവാ ഉപ്പാണെങ്കിൽ കുറവാന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം, ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് മിക്സ് ആക്കിയിട്ട് ഇട്ടാൽ മതി. അത് നല്ലതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ ആയിട്ടുണ്ട് ഉപ്മാവ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. എല്ലാവരും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു, നല്ല കമൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.